പള്ളിയിലെ ഖതീബ് അഭിമാനത്തോടു കൂടി പറയുന്നു. എന്നാൽ അതേ ഖുർആൻ തന്നെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, മക്കളും സമ്പത്തും നാശമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥാനത്ത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത് രണ്ടും എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഖുർആൻ പറഞ്ഞ ഈ ഉപമ. മക്കൾ കാരണം സന്തോഷിക്കുന്നവരുമുണ്ട്, മക്കൾ കാരണം നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി നടക്കുന്നവരുമുണ്ട്, മക്കൾ കാരണം നാട്ടുകാരുടെ മുന്നിൽ തലകുനിച്ച് കണ്ണീരിൽ കഴിയുന്നവരുമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് ഓതി നോക്കണം, നിങ്ങൾ സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് വായിച്ചു നോക്കണം. ആ സൂറത്തുൽ ലുഖ്മാനിലൂടെ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണാം. അല്ലാഹുവേ, ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് നോക്ക്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ആരാണ് ലുഖ്മാനുൽ ഹകീം എന്നറിയുമോ? പ്രവാചകനല്ല, പ്രവാചകനല്ല. എന്നിട്ടും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് ഒരു പേര് തന്നെ, സൂറത്തിന്റെ പേര് തന്നെ ലുഖ്മാൻ എന്നാണ്. ആ വാപ്പ തന്റെ പൊന്നാര മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ ഖുർആൻ പോലും എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുമ്പോ ആരാണ് ലുഖ്മാനുൽ ഹകീം എന്നറിയുമോ? സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല. അല്ലാഹുവേ, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അവിടുന്ന് പറയുന്ന കാന ലുഖ്മാനുൽ ഹകീം, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു കറുത്തവനായിരുന്നു, വല്ലാത്ത കറുപ്പായിരുന്നു, മുടിയെല്ലാം ചുരുണ്ടതായിരുന്നു, ചണ്ട ചുണ്ടുകൾ മുഴുവനും തടിച്ചതായിരുന്നു. സുഡാനികളെ പോലെ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ സൗന്ദര്യം അങ്ങനെയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബ പരമ്പരയിലൂടെയാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം തങ്ങൾ കടന്നു വരുന്നത്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് പറയുകയാണ്, വഅസ അൽഫുസ്സനാ, അവിടുന്ന് ചരിത്രങ്ങൾ പറയുകയാണ്, 1000 വർഷക്കാലമാണ് ജീവിച്ചത്, 1000 വയസ്സായിരുന്നു ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്. 1000 വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത്. അവിടുന്ന് പറയുകയാ, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം വരെ ജീവിച്ചിരുന്നു. അവിടുന്ന് ചരിത്രങ്ങൾ പറയുകയാണ്, പടച്ചവനെ അവിടുന്ന് പറയുന്നു, 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാ. 4000 പ്രവാചകന്മാർ, 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് ഭൂമിയിലേക്ക് കടന്നു വന്നല്ലോ. ബനി ഇസ്രായേലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാര് കടന്നു വന്നത്. 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ഖാദിമാ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. വല്ലാത്ത തത്വജ്ഞാനിയായിരുന്നു, വല്ലാത്ത പണ്ഡിതനായിരുന്നു. മഹാനവരുടെ ചരിത്രം എടുത്തു നോക്കൂ. 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. മഹാനവരുടെ ചരിത്രം വല്ലാത്തതാണ്. ഓരോ മനുഷ്യനും, ഓരോ പിതാവിനും ഒരു പിതാവ് എങ്ങനെയാകണമെന്ന്, ഒരു പിതാവ് എങ്ങനെയാകണമെന്ന്, തന്റെ മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പടച്ചവനെ പഠിപ്പിച്ചു തരുന്ന ഒരു മഹാനാ. തന്റെ പൊന്നാര മകനെ വിളിച്ചിരുത്തിയിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്ത ഓരോ ഉപദേശങ്ങളും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മഹാനവറുകളാണ് പടച്ചവര്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞല്ലോ, 3 പേര് സ്വർഗ്ഗത്തിലാണ്, 3 പേര് സ്വർഗ്ഗത്തിലാണ്. ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന കറുത്തവരിൽ 2ാമത്തെ മനുഷ്യനാരാ? മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു. 3ാമത്തെ മനുഷ്യനാരെന്നറിയുമോ?
മനുഷ്യനാരാ? മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ കറുത്തവരിൽ മൂന്നാമത്തെ മനുഷ്യൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവിടുത്തെ മൗലയായിരുന്ന ഒരു മഹാനുണ്ട്. അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ മൗലയായിരുന്ന മിഹ്ജ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹവും കറുത്ത മനുഷ്യനായിരുന്നു. വല്ലാത്ത കറുപ്പായിരുന്നു. പക്ഷെ അള്ളാഹു വലിയ ഉയരങ്ങളിൽ എത്തിച്ച ഒരു മഹാന. നാലാമതായിട്ട് ചരിത്രം പറഞ്ഞു തരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ മനുഷ്യൻ നജ്ജാശി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് പഠിക്കുമ്പോൾ, മദ്രസയിൽ പഠിക്കുമ്പോൾ ആ ചക്രവർത്തിയുടെ ചരിത്രങ്ങൾ പഠിക്കാനറിയാം. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കുകയും ദീനിനെ കുറിച്ച് മനസ്സിലാക്കുകയും ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഗായിബായി നിന്ന് മയ്യത്ത് നിസ്കരിച്ചത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആരാണ് വല്ലാത്ത ചിന്തയായിരുന്നു, വല്ലാത്ത ദീനിനെ കുറിച്ച് വല്ലാത്ത ബോധമുള്ള 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നമുക്ക് തരുന്ന ഉപദേശം എന്താ? നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശം എന്താ? മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശം എന്തെന്നറിയുമോ? 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഇൻ കുന്ത ഫിസ്വലാത്തി ഫഹ്ഫിദ് ഖൽബക. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു 1000 വർഷക്കാലം ഈ ഭൂമിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത പ്രവാചകനാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിരുന്ന മഹാനാണല്ലോ. 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത ഖാദിമായിരുന്നല്ലോ ആ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് തരുന്ന ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം എന്താ? അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, ഇൻ കുന്ത ഫിസ്വലാത്തി ഫഹ്ഫിദ് ഖൽബക. ഇബാദത്ത് ചെയ്യുമ്പോ, നിസ്കരിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ ഇബാദത്തുകൾ ചെയ്യുന്ന സമയമുണ്ടല്ലോ, പച്ച മലയാളത്തിൽ പറഞ്ഞ നമസ്കരിക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിനെ നീ സൂക്ഷിക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഉപദേശം എന്താ? നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ, നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കണേ. എപ്പോഴാണ് നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ച പള്ളിയിലേക്ക് കടന്നു വന്ന് വുളുവെടുത്തു. എന്നിട്ട് നിയ്യത്ത് ചെയ്തുകൊണ്ട് പള്ളിക്കകത്തേക്ക് കയറിയിട്ട് അവിടെ നിന്ന് 4 റക്അത്തോ 2 റക്അത്തോ സുന്നത്ത് നമസ്കരിച്ചു. ആ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലെ മുഅദ്ദിൻ കയറി ഇഖാമത്ത് കൊടുക്കുമല്ലോ. ഇമാം കയറി ഒന്നാമത്തെ സഫിലേക്ക് നീ നിരന്നു. ഇമാം നിന്റെ മുന്നിൽ മിഹ്റാബിൽ കയറി നിന്നു. എന്നിട്ട് അവിടെ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടുന്ന സമയത്ത്, ചെറുപ്പക്കാരാ, നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കടാ, നീ നിന്റെ ഹൃദയത്തിനെ സൂക്ഷിക്കടാ. 4000 പ്രവാചകന്മാരെ കണ്ടിരുന്ന മഹാനാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ഹൃദയത്തെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ഇങ്ങനെ അതാ അടിച്ചുവിട്ട പട്ടത്തെ പോലെ ഇങ്ങനെ പറന്നു നടക്കുകയാ. എവിടെയാണ് നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെന്നുള്ള ബോധം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? 4000 പ്രവാചകന്മാർ
പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു മഹാൻ പറയുകയാ, ഒന്നാമതായിട്ട് നമുക്ക് നൽകുന്ന ഉപദേശം, മോനെ ഇബാദത്ത് ചെയ്യുന്ന സമയം, നിസ്കരിക്കുന്ന സമയം നീ നിന്റെ ഹൃദയത്തിന് നീ സൂക്ഷിക്കണേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ എത്ര പേർക്കാണ് നമ്മുടെ ഹൃദയത്തിന് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത്? നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കാൻ നമ്മളിൽ എത്ര പേർക്കാ കഴിയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും നമ്മുടെ ഹൃദയത്തിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നു, എന്നിട്ട് നമ്മൾ ഇങ്ങനെ പറന്നു നടക്കുകയാ. മഹാനായ അതാണല്ലോ നമസ്കാരത്തിന്റെ കാര്യം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാരും മഗ്രിബിന്റെ നമസ്കാരത്തിൽ ഓതും. മഗ്രിബിന്റെ നമസ്കാരത്തിൽ ഓതുന്ന ഒരു സൂറത്തുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാര് മഗ്രിബ് നമസ്കാരത്തിൽ ഓതുന്ന സൂറത്താണല്ലോ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ഈ ആയത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ, വൈലെന്ന് പറയുന്ന നരകം ആർക്കുള്ളതാ? നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകമെന്ന പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ, സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവർക്കാണോ? എങ്ങനെ നമസ്കരിക്കുന്നവർക്കാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധമില്ലല്ലോ. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോവുകയാ. പടച്ചവനെ, മുതലാളികളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ നമുക്ക് വല്ലാത്ത അദബാട്. പോലീസുകാരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ, പഞ്ചായത്തിലും വില്ലേജിലും എംപിയും MLA-യുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ നമുക്കൊക്കെ വല്ലാത്ത അദബാട്. പക്ഷേ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് തോന്നാറില്ലല്ലോ. അവിടെ നിന്ന് കളിയാണല്ലോ, അവിടെ നിന്ന് തമാശയാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വൈലെന്ന് പറയുന്ന നരകം അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, കളിക്കല്ലേടാ മോനെ. നമസ്കാരം കളിക്കാനുള്ളതല്ല. നീ നമസ്കരിക്കുന്നത് കണ്ടിട്ട് ഇബ്ലീസ് പോലും സന്തോഷിക്കുകയാടാ. നീ അല്ലാഹുവിനെ കളിയാക്കുന്നത് കണ്ടിട്ട്, ആ ഇബ്ലീസ് നിന്ന് ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമസ്കാരം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ലഹരിയാണ് മോനെ.